ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏപ്രിൽ 9 ഒരു പ്രവചനം ഫേസ്ബുക്കിൽ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. UDF 102 സീറ്റ് വരെ, LDF 38 മുതൽ 48 സീറ്റ് വരെ, NDA 3 സീറ്റ് വരെ നേടാമെന്നുള്ളതാണ്. ഇതൊരു പക്ഷേ അന്ന് പലരും വളരെ അതിശയത്തോടുകൂടി നോക്കിയതാണ്. പക്ഷേ ഈ പ്രവചനം നടത്തിയ ആളെ നമുക്ക് പരിചയമുണ്ടാവും. നേരത്തെ പല തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും നടത്തി അത് വളരെ കൃത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ അറിയുന്നവർക്ക് അതിശയം ഉണ്ടായിരിക്കില്ല. റാഷിദ് CP ആണ്. റാഷിദ് എനിക്കൊപ്പം ഉണ്ട്. ഇതും വളരെ കറക്റ്റാണ്. അപ്പോൾ ആദ്യം കൺഗ്രാജുലേഷൻസ്. എങ്ങനെയാണ് ഈ ഒരു നിഗമനത്തിൽ വളരെ കൃത്യമായി എത്താൻ സാധിച്ചത്? ശരിക്കും രാഷ്ട്രീയത്തെ നമ്മൾ ആ അർത്ഥത്തിൽ കാണുക, ജനങ്ങളുടെ പ്രതികരണങ്ങൾ ആ രീതിയിൽ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലം നമ്മുടെ നാട്ടിലാകുമ്പോൾ നമ്മൾ ദൈനംദിനം നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ കാഴ്ചകൾ കാണുകയാണ്. ആ അർത്ഥത്തിൽ പതിവ് പോലെ തന്നെ നടത്തിയ ഒരു പ്രൊഡിക്ഷനായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്ന് പറയുന്നതാണ്. അതായത് ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും. ഇത് രണ്ടും നേരത്തെ UDF കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇടക്കാലത്ത് അതിലൊരു ഭിന്നിപ്പുണ്ടായി. ഇത്തവണ അത് തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പിണറായി വിരുദ്ധത, അതിനേക്കാൾ കൂടുതൽ ഭരണ വിരുദ്ധത ഉണ്ടായി എന്നുള്ളതാണ്. പലരും പറഞ്ഞത് അങ്ങനെ ഒരു ഭരണവിരുദ്ധതയില്ല, സർക്കാർ വിരുദ്ധതയില്ല, MLA മാർ ജനകീയരാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഒരു തരംഗമുണ്ടായി എന്ന് പ്രവചിക്കത്തക്ക രീതിയിൽ എന്തായിരുന്നു ഒരു പൾസ് ഉണ്ടായിരുന്നു? ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണം എന്നുള്ളതിന്റെ സൂചന നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഒപ്പം തന്നെ അതിനുശേഷം നടന്നത് എന്ന് പറയുന്നത് ഇടത് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാത്ത രീതിയിൽ, പ്രത്യേകിച്ച് CPM-ന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അപശബ്ദങ്ങൾ അത് ചെറിയ രീതിയിലായിരുന്നില്ല. G. സുധാകരൻ, ഗോവിന്ദൻ, ആ രീതിയിലുള്ള കണ്ണൂർ ജില്ലകളിൽ നിന്ന് വന്ന വിഷയങ്ങൾ അത് വോട്ടിനെ സ്വാധീനിക്കുമായിരുന്നു. G. സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല. അദ്ദേഹം അത്ര ഒരു ഹാർഡ് കോർ CPM ആയ, അതെ, ഈ CPM-ന്റെ അടിസ്ഥാന വോട്ടിന്റെ ഒരു നായകനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹത്തിൽ വിശ്വാസ്യത ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പോവുക എന്ന് പറയുന്നത് ഇലക്ഷന്റെ തലേ ദിവസമാണ്, ഇലക്ഷൻ ചർച്ചകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ. അത് പിന്നെ ആ ഒരു അർത്ഥത്തിൽ പാർട്ടിയെ നയിച്ച ആളുകൾ അതിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമായിരുന്നു. ആ തരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ആ ഇടതിന്റെ ഒരു ലെയറിനെ, വോട്ടിംഗ് ലെയറിനെ ബാധിക്കുമെന്നുള്ള ഒരു ബോധ്യം. ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ അപ്പുറത്ത് CPM-നുണ്ടായ ഒരു അപജയം ഒന്നാമത്തെ ഫാക്ടറായി വർക്ക് ചെയ്യുന്നതാണ്. CPM-ന്റെ ഒരു റിയൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റിയൽ ലെഫ്റ്റ് എന്നുള്ളതിന്റെ ആ പൊസിഷൻ, അതിന്റെ രാഷ്ട്രീയത്തെ അത് പറയേണ്ട ഒരു രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചാനൽ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന, അതിന്റെ ചാനലിൽ വന്നിരിക്കുന്ന പ്രതിനിധികൾ വരെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്നായിരുന്നില്ല ഈ നാട് പ്രതീക്ഷിച്ചത്. അവരിനപ്പുറം ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ആ തരത്തിൽ പ്രതികരിക്കണമായിരുന്നു. ഇടതുപക്ഷം എന്താണ്, ഇടത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിൽ രണ്ടാം പിണറായി സർക്കാർ അതിന്റെ അവസാന കാലഘട്ടത്തിൽ പരിപൂർണമായി പരാജയപ്പെട്ടു. ഒപ്പം ആ ഇടത് സർക്കാരിന്റെ ഓരം പറ്റി നടന്ന കുറെ മനുഷ്യരുണ്ട്. സർക്കാരിന് ഏത് വിധേനയും ന്യായീകരിക്കുക എന്നുള്ള സൈബർ ഇടത്തിൽ ആളുകളുണ്ട്. അവരും മുന്നോട്ട് വെച്ചത് എന്തിനേയും ന്യായീകരിക്കുക എന്നുള്ളതാണ്. ആ ന്യായീകരണങ്ങൾ ഒരർത്ഥത്തിൽ ജനത്തെ ചിരിപ്പിക്കുകയായിരുന്നു. ഒരു ഘട്ടം പാർട്ടി സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദ മാസ്റ്ററുടെ പ്രതികരണങ്ങൾ പോലും മനുഷ്യരെ അമ്പരപ്പിക്കുന്നുണ്ടായിരുന്നു. AK ബാലൻ സഖാവ് പറയുന്നത് എന്താണ്, ഇതെന്ത് ഇടത് രാഷ്ട്രീയമാണ് എന്ന് ചോദിക്കാത്ത മനുഷ്യരില്ല. നമ്മൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ നിറയെ ഇടത് സുഹൃത്തുക്കളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് ആ രീതിയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവരൊക്കെ പറയുന്നത് ചിരിക്കുകയാണ്, അവരും ചിരിക്കുകയാണ് സ്വകാര്യമായിട്ട്. അവർ പരസ്യമായി പറയില്ല, ആ രാഷ്ട്രീയത്തിനോട് അവർക്ക് കൂറുള്ളതുകൊണ്ട്. എന്നിരുന്നാൽ ആ രീതിയിലുള്ള ഒരു പാറ്റേൺ കണ്ടതോടുകൂടിയാണ് ഞാൻ അത് ഒരു 90-ന് മേലേക്ക് പോവാൻ ആ ഒരു പഞ്ച് കൂടി വരും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ഈ 80, 85, 90-ന്റെ ഇടയ്ക്കായിരുന്നു. അതിനപ്പുറത്തേക്ക് ചാടും എന്നുള്ളത് ആ ഒരു രീതിയിലുള്ള CPM വോട്ടുകൾ പോലും UDF-ന് ലഭിക്കും എന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. CPM വോട്ട് നമ്മൾ നോക്കേണ്ടത് അതിന്റെ മൂന്നാമതായിട്ട് ഞാൻ കണ്ടത് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള ഒരു എതിർപ്പ് എന്നുള്ളതാണ്. അതിനെ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യും നാട്ടിൽ. ആ എതിർപ്പുള്ള ആ വലിയ രീതിയിലുള്ള കട്ടൗട്ട് ബോർഡുകളിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമോ ഇടതിന്റെ ഒരു അടിസ്ഥാന സർക്കാർ നടത്തിയ നേട്ടങ്ങൾ ഏതെങ്കിലും പാവം മനുഷ്യരിലേക്ക് കരുണ കാണിക്കുന്നതിന് എന്തെങ്കിലും ആ രീതിയിലുള്ള പദ്ധതികൾ ആ വോട്ടുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ വരില്ലായിരുന്നു. അപ്പം പറഞ്ഞു വരുന്നത് ഈ CPM-ന്റെ ഒരുപാട് ഘടകങ്ങൾ ആ തരത്തിൽ നെഗറ്റീവായി മാറി ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ CPM ഉയർത്തി കാണിച്ചപ്പോൾ അവിടെ പെൻഷൻ പോലുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പെൻഷൻ മുടക്കിയിട്ടില്ല, ഇവിടെ വൈദ്യുതി കറണ്ട് കട്ട് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നില്ല, ഒരു ഇരുണ്ട കാലം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, ആ കാലത്ത് അങ്ങനെയൊക്കെ പ്രചരണം നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല സർക്കാരാണ്, ഒരു വികസനം മുന്നോട്ട് വെച്ചൊരു സർക്കാരാണെന്നൊരു പ്രതീതി ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളൊരു
ഒരു ട്രെൻഡ് അവരുണ്ടാക്കിയെടുത്തു. അപ്പൊ അതിനിടയിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്രചരണത്തിനിടയിൽ എങ്ങനെയാണ് ഭരണവിരുദ്ധ തരംഗമുണ്ട്, ജനങ്ങൾ ആഗ്രഹിച്ചത് നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടത്? അത് നമ്മളിപ്പം എന്നെക്കാൾ രഞ്ജിത്തൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപക്ഷത്തിന്റെ വാദങ്ങളെ മുന്നോട്ട് വെക്കണം. അത് ജനങ്ങൾ വിശ്വസിക്കുന്ന വാദങ്ങളായിരിക്കും. ആ തരത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്റെ വ്യൂവിലാണ്, രഞ്ജിത്തിന് എനിക്ക് ആ പരിധിക്കപ്പുറം പറയാൻ പറ്റില്ല, സർക്കാരിന് അനുകൂലമായി പറഞ്ഞതിൽ എനിക്ക് തോന്നിയത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിന്റെ അകത്ത് ഒന്ന് MLA-മാരുടെ ജനപ്രിയത, രണ്ടാമത് വികസനം നടത്തി എന്നുള്ളത്. ഇതിൽ ഒന്നാമത് വന്ന MLA-മാരുടെ വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു തെറ്റായ നറേറ്റീവ് ആയിരുന്നു. അത് മാധ്യമ പ്രവർത്തകർ ഒരു ബാലൻസിങ്ങിന് പറഞ്ഞു പോയി എന്നുള്ളതിനപ്പുറം ഉണ്ടായിരുന്നു. KV സുമേഷിനെ പോലെ, പ്രശാന്തിനെ പോലെയുള്ള ഒരു 4-5 MLA-മാർ തിരുവനന്തപുരം ജില്ലയിലെ ചില ഇടതുപക്ഷ, ബേപ്പൂർ മുഹമ്മദ് റിയാസ് മണ്ഡലം നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു പേർക്ക് ഉണ്ടായിരുന്നു. അതിനപ്പുറം ഈ വ്യക്തിപരമായ പോപ്പുലാരിറ്റി കൊണ്ട് തെരഞ്ഞെടുപ്പുകൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രദീപ് കുമാർ, തോമസ് ഐസക്, P ജയരാജൻ, ആ രീതിയിലുള്ള ആളുകളെ നിർത്തിയിട്ടും അടപടലം പൊട്ടിപ്പോയിട്ടുണ്ട്. അത് വ്യക്തിപരമായി അവരെ മികവ് കുറവുണ്ടല്ലോ, അത് രാഷ്ട്രീയ സാഹചര്യം. സമാനമായി ഈ രാഷ്ട്രീയ സാഹചര്യത്തിലും MLA-മാരെ മികവ് എന്നുള്ളത് മുന്നോട്ട് വരില്ല എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വിഷയം വികസനമായിരുന്നു മുന്നോട്ട് വെച്ചത്. CPM ഇടത് സർക്കാർ വികസനം നടത്തിയത്. വികസനത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി കടം ഉണ്ടായിരുന്ന പൊതുകടത്തിൽ നിന്ന് 6 ലക്ഷം കോടിയിലേക്ക് അതിനെ കൊണ്ടുപോയി. ഒപ്പം തന്നെ ഇത്രയും കടം വർദ്ധിപ്പിച്ച് ഒരു സർക്കാർ, നാട്ടിൽ നിന്നാണെങ്കിൽ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന, സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് ജനങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. സർക്കാരിലേക്കുള്ള സമസ്ത മേഖലയിലും ജനത്തിന് ഊറ്റുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഫീസുകളും നികുതികളും ആ രീതിയിൽ വർദ്ധിപ്പിക്കുമ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഒരു പൊറുതിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ പരിഗണിക്കാതെയുള്ള നടപടികൾ, ഇതൊക്കെ നടത്തിയിട്ട് വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ഒരുപാട് മേഖലകളിൽ ഇപ്പോ കുറെ കാലമായിട്ട് 10-30 വർഷം മുമ്പുണ്ടാക്കിയ വീടുകൾക്കൊക്കെ 30,000, 60,000, 1 ലക്ഷമൊക്കെ വന്ന് പിടിക്കാണ് പല രീതിയിലുള്ള ഫീസുകളായിട്ട്. ഇപ്പോൾ പഞ്ചായത്തുകളിൽ അടക്കേണ്ടത് പിന്നീട് തിരുത്തിയെങ്കിലും, പക്ഷെ ആ മേഖല എപ്പോഴും ഇടത് സർക്കാർ കീപ്പ് ചെയ്യണമായിരുന്നു. എന്താ വെച്ചാൽ താഴെത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, അത്തരം വിഷയങ്ങൾ നിരന്തരം വരുമ്പോൾ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങളോ അതിനുള്ള മറുപടികളോ തൃപ്തികരമല്ല, ജനത്തെ പൊറുതിമുട്ടിച്ച ഒരു സർക്കാരായിരുന്നു എന്നുള്ളത് ബോധ്യമാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ MM മണി പറഞ്ഞത് നിങ്ങൾ പെൻഷനൊക്കെ വാങ്ങി വെച്ചിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല നിരത്തിൽ പ്രതികരണം നടത്തിയത്. ഒന്നാമത് പ്രായം, MM മണി ആയാലും പിണറായി വിജയൻ ആയാലും പ്രായം ഒരു പ്രശ്നമാണ് ഈ കാര്യത്തിൽ. അവര് നീ വീട്ടിൽ പോയി ചോദിക്കടാന്ന് ചോദിക്കുന്നത് ഈ വിരലിൽ മഷി പുരട്ടി മനുഷ്യരാണ് ഈ അധികാരത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഒരു നിമിഷം മറന്നു പോവുകയാണ്. അപ്പൊ ആ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ജനം ആ രീതിയിൽ തന്നെ അനർഹമായ പരാജയം എന്നാണ് ഇന്നലെ എം സ്വരാജ്. ആ തുടക്കത്തിനപ്പുറം ഞാൻ വായിച്ചില്ല. എം സ്വരാജ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്, പ്രതീക്ഷയുള്ള രാഷ്ട്രീയ. ആ തുടക്കം തന്നെ വീണ് കിടക്കുന്ന ഒരു ഘട്ടത്തിൽ ആ തുടക്കം എം സ്വരാജ് കുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വായിച്ചില്ല. അർഹമായ പരാജയത്തെ അനർഹമായ പരാജയം എന്ന് എം സ്വരാജ് തിരുത്താൻ തയ്യാറല്ല എന്നുള്ള സൂചനയല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഏതായാലും VD സതീശൻ മാത്രമാണ് 100+ എന്ന് പറഞ്ഞത്. പിന്നീട് റാഷിദ പറഞ്ഞു. അപ്പൊ ഇത് VD ആയിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. VDക്ക് അങ്ങോട്ടൊരു ആത്മവിശ്വാസം കൊടുത്തതാണോ, അല്ലെങ്കിൽ VD പറഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസം പ്രവചനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇത് രണ്ടുമല്ല. VD എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കൃത്യമായി വിശകലനം ചെയ്യുന്നതും ആ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ആളാണ്. പിന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെക്കാൾ തെരഞ്ഞെടുപ്പ് മെക്കാനിസം ചലിപ്പിക്കുന്നതിലും അതിന്റെ ഒരു കാൽക്കുലേഷൻ മെത്തേഡിലും അദ്ദേഹം 1-2 ഘട്ടത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് വലിയ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അത് അതിന്റെ വഴിക്കാണ്, ഞാൻ എന്റെ വഴിക്കാണ് നടത്തിയത്. അദ്ദേഹത്തിന് എന്റേതോ എനിക്ക് അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള ഒരു റിലേഷൻ ഇല്ല. എന്നിരുന്നാലും പറഞ്ഞത് ഒരേപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും. ഇനിയും തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയത്തിന്റെ പ്രവചനം പ്രതീക്ഷിക്കുന്നു. ശരി.